ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് V2 ട്രാവൽ ഒരു കോമൺ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് തവണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ്, ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച്, അതുപോലെ ഫ്ലൈറ്റിൻ്റെ ഡിലേ നോട്ടിഫിക്കേഷൻസ് അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സൂത്രപ്പണി ഞാൻ പറഞ്ഞുതരാം. ഈ ഡീറ്റെയിൽസ് കയ്യിലുള്ള ഏതൊരാൾക്കും മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ യാത്രക്ക് പുറപ്പെടുന്നതിന് മുന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ യാത്രാ ടൈം ചേഞ്ചുകൾ, ഈ ക്യാൻസലേഷനുകൾ നമ്മളെ വളരെ പ്രയാസപ്പെടുത്താറുണ്ട്. നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൈം ചേഞ്ചും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ ഷെഡ്യൂൾ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ അതിന് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കിക്കോളി. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഓൺ ടൈമിങ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളെ ഫോണിലോ ഇനി സിമ്പിളായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോണോ ഇതുള്ളവർക്ക് വരെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ലാപ്പിൽ തന്നെ ചെക്ക് ചെയ്യാൻ നിർബന്ധമുള്ള കാര്യമില്ല. ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും നമുക്ക് ഈ ഗൂഗിൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ടിക്കറ്റും കൂടെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നോർമലായിട്ട് ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടിക്കറ്റാണ്. ഇതിപ്പോൾ 18 ജൂലൈ കാലിക്കറ്റ് ടു ബഹ്റൈൻ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഡയറക്റ്റ് ഫ്ലൈറ്റ്. ഞാനൊരു എക്സാമ്പിൾ ഒരു നോർമൽ നമ്മളൊരു ടിക്കറ്റ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് വെച്ച് ചെക്ക് ചെയ്യാം. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. 18 ജൂലൈക്ക്, അതായത് ഇന്ന് 17 ജൂലൈ ആണ്, നാളത്തെ ടിക്കറ്റാണിത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓക്കെ, 18 ജൂലൈ കാലിക്കറ്റ് ടു ബഹ്റൈൻ രാവിലെ 9:10 ഫ്ലൈറ്റാണ്. 11:30 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് ബഹ്റൈനിൽ എത്തും. ഇതായിരുന്നു അവരുടെ ടിക്കറ്റ്. ഇത് 26 ജൂണിന് അവർ പർച്ചേസ് ചെയ്ത ടിക്കറ്റാണ്. 26 ജൂണിന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ 17 ജൂലൈയിലാണുള്ളത്. ഇന്ന് 17 ജൂലൈ കസ്റ്റമർക്ക് നാളെ രാവിലെയാണ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമർ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ IX473 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ വരുന്നത്. ആ ഫ്ലൈറ്റ് നമ്പർ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഡിലേ കൺഫർമേഷനോ അല്ലെങ്കിൽ അതുപരമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പർ IX473 എന്നുള്ളതാണ്. അത് നമ്മൾ ഡയറക്റ്റ് എന്തായി ഗൂഗിളിലേക്ക് പോയി ഗൂഗിളിൽ നമ്മൾ എന്താക്കുക, ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ IX473 ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ. ഇതടിച്ച് ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാലിക്കറ്റ് ടു ബഹ്റൈൻ നാളെ 18 ജൂലൈൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ്, അതായത് ഇപ്പം നിലവിൽ ഇത് കാണിക്കുന്നത് 1 മണിക്കൂറും 10 മിനിറ്റും ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ളതാണ്. അതിൻ്റെ എക്സാക്ട് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9:10 ടിക്കറ്റ് ആയിരുന്നു. നമ്മൾ ടിക്കറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നാളെ 18 ജൂലൈ രാവിലെ 9:10 കാലിക്കറ്റിന് ഫ്ലൈറ്റ് ബഹ്റൈനിൽ അറൈവ് ആവുന്നത് രാവിലെ 11:20 ഈ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ഇന്ന് നോക്കുന്ന സമയത്ത് 10:20 കാലിക്കറ്റിന് ഡിപ്പാർട്ട് ചെയ്യുന്നത്. 1 മണിക്കൂറും 20 മിനിറ്റും, അതായത് താഴെ ആ കട്ട് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്ച്വൽ ടൈം ആയിരുന്നു. നമ്മളെ ന്യൂ ടൈമിംഗ് ഇവിടെ മെൻഷൻ ആയിട്ടുണ്ട്. അതുപോലെ ബഹ്റൈനിൽ അറൈവ് ചെയ്യുന്ന ടൈമും, അതായത് ന്യൂ ടൈമിംഗ് 1 മണിക്കൂറും 10 മിനിറ്റും ഡിലേ ആയിട്ടുള്ള പുതിയ ടൈമിംഗ് ഇതിൽ കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ കൺഫേം ചെയ്യുക. അതായത് ഇറങ്ങുന്ന മുമ്പായിട്ട് ഇപ്പോൾ ഈ പാസഞ്ചർ നാളെ രാവിലെ ഒരു 7 മണിക്ക് മുന്നായിട്ട് എയർപോർട്ടിൽ എത്തേണ്ട പാസഞ്ചറാണ്. ഇനി ആ പാസഞ്ചർക്ക് എന്താ മതി, ഒരു 8 മണിക്ക് മുന്നായിട്ട് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് ആൾക്ക് വീട്ടിൽ നിന്ന് എന്താക്കിയാൽ മതി, ഇറങ്ങിയാൽ മതി. ഇതാണ് വലിയൊരു ഉപകാരം. ഇപ്പോൾ ജസ്റ്റ് ഒരു 1 അവറിൻ്റെ ഒരു മാറ്റം ഈ ഫ്ലൈറ്റിന് സംഭവിച്ചിട്ടുള്ളൂ. സാധാരണഗതിയിൽ 2-3 അവേഴ്സിൻ്റെ മാറ്റം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മൊത്തത്തിൽ ക്യാൻസൽ ആവുന്ന കാര്യങ്ങൾ ഇതൊക്കെ വരും. ഇത് ഇവിടെ ഈ ഡിപ്പാർട്ടിംഗ് ലേറ്റ് എന്ന് കാണിക്കുന്നത് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ക്യാൻസൽഡ് ആണെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ക്യാൻസൽ എന്നുള്ളൊരു സ്റ്റാറ്റസ് ആയിരിക്കും ഉണ്ടാവുക, ഫ്ലൈറ്റ് ക്യാൻസൽ എന്നുള്ളത്. ഇനി നമുക്ക് നേരെ ഒരു ഫ്ലൈറ്റും കൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് നാളെ കാലിക്കറ്റ് ബഹ്റൈൻ ഫ്ലൈറ്റ് ഡിലേ ആകുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ ബഹ്റൈൻ നാട്ടിലേക്കുള്ള ഒരു ടിക്കറ്റ് കൂടെ ഉണ്ട്. അതും സ്വാഭാവികമായിട്ട് ഡിലേ ആയിരിക്കും. അപ്പോൾ ഈ ടിക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ടിക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് ബഹ്റൈൻ കാലിക്കറ്റിലേക്കുള്ള ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് 14 ജൂലൈയിലേക്കാണ് ആൾ പർച്ചേസ് ചെയ്തത്. 14 ജൂലൈന്ന് പർച്ചേസ് ചെയ്ത ടിക്കറ്റാണ്. 18 ജൂലൈൻ്റെ ഫ്ലൈറ്റാണ്. പൊതുവേ ഈ ഫ്ലൈറ്റ് കാലിക്കറ്റ് ബഹ്റൈൻ ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബഹ്റൈൻ ടു കാലിക്കറ്റ് ഫ്ലൈറ്റും ഡിലേ ആയിരിക്കാം. അപ്പോൾ അതൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫ്ലൈറ്റ് നമ്പർ വന്നിട്ടുള്ളത് IX474. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മളെല്ലാവരുടെ ടിക്കറ്റിലും ഫ്ലൈറ്റ് നമ്പർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫ്ലൈറ്റിൻ്റെ കോഡ് ഈ IX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കോഡാണ്. ദെൻ നമ്മൾ 474 എന്ന് പറഞ്ഞാൽ ആ ഫ്ലൈറ്റ് നമ്പറാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചെന്താക്കി, നമ്മൾ വേറെ ഒന്നും കൂടുതലായിട്ട് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഏതാണോ ഫ്ലൈറ്റ്, നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ആയതുകൊണ്ട് IX474 ആണ് നമ്മൾ കണ്ട ഫ്ലൈറ്റിൻ്റെ, അത് നമ്മൾ സ്റ്റാറ്റസ് ചെയ്യുന്നത്.
474 ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ബഹ്റൈനിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ഉച്ചയ്ക്ക് 12:20 ഫ്ലൈറ്റ് ആയിരുന്നു. അത് 1:30 മണിയിലേക്ക് 1 മണിക്കൂറും 10 മിനിറ്റും ഡിലേ ആയിട്ടാ ഡിപ്പാർട്ടിങ് ലേറ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് പുതിയ ടൈമിംഗ് റെഡ് മാർക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഉപകാരപ്പെടും. ഇത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മാത്രമല്ല ഏത് ഫ്ലൈറ്റിൻ്റെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഗൾഫ് എയറിൻ്റെത്, ഇത്തിഹാദ് എയർവേസിൻ്റെത്, വേറെ ഒന്നും എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഗൾഫ് എയറിൻ്റെ ഒക്കെ ഫ്ലൈറ്റ് നമ്പറിൽ നമുക്കൊരു കാര്യം മെൻഷൻ ആവുന്നത് പറഞ്ഞാൽ, ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റ് നോക്കുന്ന സമയത്ത് ഒരു നമ്മളെ ഫ്ലൈറ്റ് നമ്പറിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതായത് ചില ടിക്കറ്റിൽ കറക്റ്റ് ആയിരിക്കും, ചില ടിക്കറ്റിൽ GF 0280 എന്നൊക്കെ മെൻഷൻ ആക്കുന്നത് കാണാം, അല്ലെങ്കിൽ GF 0271. അപ്പോൾ നമുക്ക് ആ 0 യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗൾഫ് എയറിൻ്റെ കോഡായ GF എന്നുള്ള സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു സ്പേസ് കൊടുക്കുക, GF കൊടുക്കുക, ഒരു സ്പേസ് കൊടുക്കുക. നാളെ ഇപ്പോൾ നമുക്ക് നാളത്തെ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഗൾഫ് എയറിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസും കൂടെ ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഒരു 271 GF 271 കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള നാളത്തെ അല്ല മറ്റന്നാളെ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് 19 ജൂലൈൻ്റെ സ്റ്റാറ്റസ് ആണ്. ഓൺ ടൈമിലാണ്, അതായത് ഇവിടെ ഷെഡ്യൂൾഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓൺ ടൈമിലാണ്, യാതൊരുവിധ മാറ്റവും ഇല്ല. രാവിലെ 5:10 ഫ്ലൈറ്റാണ്, രാവിലെ 7:40 ബഹ്റൈനിൽ എത്തുകയും ചെയ്യും. ഓക്കെ, ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. നമുക്കൊരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റും കൂടെ നമുക്ക് എന്താക്കാം, ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡിഗോയുടെ കോഡ് എന്ന് പറയുന്നത് 6E ആണ്. ഈ കോഡൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. ഇതൊന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നാളെ നമുക്ക് ഇതേപോലെ തന്നെ ബഹ്റൈനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് നമുക്ക് എന്താക്കാം, ഇന്നും അതേപോലെ തന്നെ ബഹ്റൈൻ ടു കൊച്ചി ഇൻഡിഗോയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളതാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ ബഹ്റൈൻ ടു കൊച്ചി ഇന്ന് 17 ജൂലൈ. ഓക്കെ, 17 ജൂലൈ രാത്രി 10:20 ഫ്ലൈറ്റാണ്. യാതൊരുവിധ മാറ്റമില്ല, ഷെഡ്യൂൾഡിലാണ് കിടപ്പുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എന്താക്കുക, നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ കൂടുതൽ മുൻകൂട്ടി ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ എവിടെ നിന്നാണോ നമ്മൾ ഡിപ്പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നായി ഇത് ചെക്ക് ചെയ്തിട്ട് ഇറങ്ങൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. എന്തെങ്കിലും കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം ട്രാവൽ ഏജൻസികൾ ഇൻഫോം ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ കൂടി നമ്മൾ സെൽഫായിട്ട് ഒരു കൺഫർമേഷൻ ചെയ്യാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മേഖലയാണ്, അതായത് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സെക്ഷനാണ് ഇത്. നമുക്ക് ഇങ്ങനെ കൺഫേം ചെയ്താൽ എന്താക്കാൻ പറ്റും, യാതൊരുവിധ തടസ്സവും കൂടാതെ. പിന്നെയുള്ളതൊക്കെ ഇൻഷാല്ലാ പടച്ചോൻ്റെ കയ്യിലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി ഒരു 99% ഒരു കൺഫർമേഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ പറ്റും. ചില സാങ്കേതിക കാരണത്താൽ, ചിലപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടെക്നിക്കൽ എറർ കാരണത്താൽ സ്വാഭാവികമായിട്ട് പിന്നെയും ഡിലേ സംഭവിക്കാം. അതിലൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ മുൻകൂട്ടിയുള്ള അപ്ഡേറ്റ് നമുക്ക് അറിയാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുള്ളൂ. ട്രാവൽ അപ്ഡേറ്റുകളും ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. താങ്ക് യു.